വാർത്തകളിലേക്ക്. ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്ന തമ്മനത്ത് കുടിവെള്ള വിതരണം വൈകും. പമ്പിംഗ് നാളെയോ മറ്റന്നാളോ മാത്രമേ പുനരാരംഭിക്കാനാകൂവെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വെള്ളം എത്താത്തിടത്തേക്ക് ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കും. 12,33,000 രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്കെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നാളെ വൈകിട്ടോട് കൂടി ചെയ്തെടുക്കാമെന്നുള്ള നിലയാണ് നമ്മൾ പൊതുവിൽ എടുത്തിട്ടുള്ളത്. എങ്കിലും നാളെയല്ല നാളെ കഴിഞ്ഞെങ്കിലും നമുക്ക് ഈ 68 ഈ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റ് 2 നമുക്ക് ഈ സിറ്റി ബൂസ്റ്റ് ആരംഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ടാങ്കർ ലോറികൾ വെള്ളം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന എവിടെയൊക്കെ ആയിരിക്കണം, ഇതിനൊക്കെ എത്ര ടാങ്കർ ലോറി ഉപയോഗിക്കേണ്ടി വരും, അതെല്ലാം മുനിസിപ്പൽ കോർപ്പറേഷനോടും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളോടും സെക്രട്ടറിയോടും കോർപ്പറേഷൻ സെക്രട്ടറിയോടും ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്താനായിട്ട് വൈകുന്നേരം ഡിസ്ട്രിക്ട് കളക്ടർ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, ഈ വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ വെള്ളം എത്തിക്കുമെന്നാണ്, ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്? ഒപ്പം തന്നെ ഇതിന്റെ നഷ്ടം, വീടുകൾ, വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്? മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൊച്ചിയിൽ കുടിവെള്ള വിതരണം പഴയഗതിയിലാകാൻ കുറച്ചധികം ദിവസം എടുക്കുന്നതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ നിലവിൽ പൈപ്പുകളുള്ള വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആളുകൾക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വരും. അതിനെ പരമാവധി മറികടക്കാൻ ടാങ്കറിലടക്കം വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അപ്പോഴും കൊച്ചി കോർപ്പറേഷൻ്റെ കീഴിൽ വളരെ ചെറിയ തരത്തിലുള്ള സംവിധാനം മാത്രമാണ് ഈ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ളത്. അപ്പോൾ അതിനൊരു ബദൽ മാർഗം കണ്ടെത്തണമെന്ന് രാവിലെ തന്നെ മേയർ മന്ത്രി പി രാജീവനോട് ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ ടാങ്കറുകൾ മറ്റെവിടെ നിന്നെങ്കിലും എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അത്തരം സജ്ജീകരണങ്ങൾ ചെയ്യാനാണ് നിലവിൽ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രാവിലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം കളക്ടറും മേയറും എംപിമാരും MLA-മാരും ഒക്കെ അടക്കം പങ്കെടുത്ത യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കൂടുതൽ സമയം കൂടുതൽ തവണ പമ്പിംഗ് നടത്തി മറ്റിടങ്ങളിൽ നിന്നുള്ള വെള്ളം എത്തിച്ച് ഇത്തരത്തിൽ പകരം നൽകാൻ അല്ലെങ്കിൽ ഒരു ബദൽ മാർഗം ഒരുക്കാനുള്ളൊരു സംവിധാനമാണ് നിലവിൽ ശ്രമിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ ടാങ്കറിൽ കൂടി വെള്ളം നൽകുന്നതിനുള്ള ശ്രമവും നടത്തും. ഏതാണ്ട് കൊച്ചി കോർപ്പറേഷനിലെ 30% പൂർണ്ണമായും ജലവിതരണം മുടങ്ങും. ഒപ്പം തന്നെ ചേരാനല്ലൂർ പഞ്ചായത്ത്, തൃപ്പൂണിത്തുറ, മരട് ഭാഗങ്ങളിലൊക്കെ തന്നെ ജലവിതരണം മുടങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. പിന്നീട് ഈ തൃക്കാക്കര അടക്കമുള്ള ഭാഗങ്ങളിലെയും ചില സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്നാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏകദേശം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം പ്രാഥമികമായി 12.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. നിരവധി വീടുകളുടെ മതിലടക്കം തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 60 വീടുകൾക്കാണ് സാരമായതോ അല്ലാത്തതോ ആയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് പ്രാഥമികമായി കണക്കെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരുമായി കൂടി ആലോചിച്ച് ഇതിന് നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാനുള്ള ശ്രമം വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ വരും ദിവസങ്ങളിൽ അടുത്ത 2-3 ദിവസം, നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളോ മാത്രമേ പമ്പിംഗ് പുനരാരംഭിക്കാനാകൂ എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ തമ്മനത്ത് മാത്രം 2 ജലസംഭരണിയാണ് ഉണ്ടായിരുന്നത്, 2 കമ്പാർട്ട്മെന്റാണ് ഉണ്ടായിരുന്നത്. നൽകിയത്.